ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സമ്മേളനത്തിലേക്ക് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യും. ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തുകയാണ്. അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. ഉസ്താദന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന PM സലാം MLA, K മോയിൻകുട്ടി മാസ്റ്റർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെയും ഈ പരിപാടിക്ക് ചേരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മാത്രമല്ല, പ്രത്യേകിച്ചിട്ടും ഇവിടെ നമ്മുടെ സൗദിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ നിന്നും വന്നിട്ടുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ 25 വർഷത്തെ പ്രയാണം പൂർത്തിയാക്കുമ്പോൾ 25 വർഷങ്ങൾക്ക് മുൻപുള്ള ലോകത്തിനും ഇന്നത്തെ ലോകത്തിനും ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും നിരവധിയാണെന്ന് സാമാന്യ ബോധത്തോടുകൂടി പറയാൻ സാധിക്കും. പ്രയാണം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയ്ക്കെല്ലാം വ്യത്യാസവും വന്നിരിക്കുന്നു. നിർമ്മലമായ ചിന്തയും നിർമ്മലമായ മനസ്സുകളും ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആവശ്യമാണ് എന്ന് വീണ്ടും വീണ്ടും വിഷയങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉണ്ടാകേണ്ട എല്ലാ വിദ്യാഭ്യാസ മേഖലകളും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ലൈബ്രറി, IT സെന്റർ, മറ്റ് ഏതെല്ലാം വിഷയങ്ങളിൽ ആധുനികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മേഖലയിലുമുണ്ട്. എനിക്ക് വാസ്തവത്തിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത്. അത് ഈ വിധത്തിലേ ഭരിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഭരണഘടന ഇനി മാറ്റി എഴുതണം. പറയാം, നമുക്ക് ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഹമ്മദ് ഹനീഫ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം വിജയശ്രീ ലാളിതനായി പുറത്തു വന്നിരിക്കുന്നു. സന്തോഷം. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, നമ്മളുടെ വികസനം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ
കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ മാത്രമേ വികസനം മുന്നോട്ട് പോവുകയുള്ളൂ. വികസനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളും ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പള്ളിക്കൂടങ്ങളും ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കോളേജുകളും ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റോഡുകളും മാത്രമല്ല. ആധുനിക ലോകത്ത്, ആധുനിക യുഗത്തിൽ നമുക്ക് മറ്റു രാഷ്ട്രങ്ങളോടും കിടപിടിക്കണമെങ്കിൽ എല്ലാ രംഗങ്ങളിലും നമുക്ക് വികസനം ആവശ്യമാണ്. ഒരു രംഗത്ത് മാത്രം പോരാ. ഇന്ത്യ രാജ്യത്ത് 36 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നത് ഈ 2011 121 കോടി ജനങ്ങളാണ്. 121 കോടിക്ക് ഇപ്പൊ എത്ര പൂർത്തിയാണെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞുകൂടാ, നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. ഏതായാലും 10 വർഷക്കാലം കൊണ്ട് മറ്റൊന്നിലും നമുക്ക് ചൈനയുടെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും ഈ കാര്യത്തിൽ സംശയം വേണ്ട. മനുഷ്യ സമ്പത്ത് ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. അതിലും വലിയ സമ്പത്തില്ല. ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും. അത് പുറത്തു പോകുമ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ അധ്യാപകന്മാര്, തങ്ങള്, മറ്റുള്ളവർ വിദേശത്ത് പോകുമ്പോൾ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും, സന്തോഷം തോന്നും, സ്നേഹം തോന്നും, അഭിമാനം തോന്നും. അതാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത. മുംബൈയിൽ ഒരുപടി സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ ചോദിച്ചാൽ ബെഞ്ച് വേണ്ട, 10 ലക്ഷം ഉറുപ്പിക ചുരുങ്ങിയത് കൊടുക്കാതെ LKGക്ക് ചേരാൻ പറ്റാത്ത അനവധി സ്കൂളുകൾ മഹാരാഷ്ട്രയിൽ. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചേരുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കണം. നോ പ്രോബ്ലം ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്, അവിടെ മുഴുവൻ അങ്ങനെ ആകരുത് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മേൽ മുഴുവൻ അധീശത്വം വേണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അവിടെയാണ് പലപ്പോഴും അപകടം സംഭവിച്ചത്. സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ എല്ലാ രംഗത്തും നമുക്ക് പൂർണ്ണമായ വളർച്ചയുണ്ടാകും. കഴിഞ്ഞ സാമ്പത്തിക രംഗം, ലോകത്തെ സാമ്പത്തിക രംഗം അവതാളത്തിലായപ്പോൾ അമേരിക്കക്കാരൻ മൂക്കുകൊണ്ട് ലോൺ വേണ്ടത്, കാർ വാങ്ങാൻ ലോൺ വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ ലോൺ വേണ്ടത്, കുട്ടികൾക്ക് പഠിക്കാൻ ലോൺ വേണ്ടത്, വ്യവസായം നടത്താൻ ലോൺ വേണ്ടത്. ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അത്ര സുസ്ഥിരമാണ്, അത്ര ശക്തമാണ്. പക്ഷേ പലരും പറയും അല്ല. പക്ഷേ നമുക്ക് 1000 കുടത്തിന്റെ വായ കെട്ടാം, അര മനുഷ്യന്റെ വായ കെട്ടാൻ പറ്റില്ല. വി കനോട്ട് സ്റ്റോപ്പ് ദാറ്റ്. ഞാനിത് സൂചിപ്പിക്കാനുള്ള പ്രധാനമായ കാരണം വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ പരിവർത്തനവും വളർച്ചയും ഉണ്ടാകുന്നത് അനിവാര്യമാണ്. അതാണ് ഖുർആൻ കോട്ട് ചെയ്തുകൊണ്ട് തങ്ങൾ പറഞ്ഞത്. വിദ്യാഭ്യാസം ഇങ്ങനെ വേണം, എന്തായിരിക്കണം, എത്ര വേണം എന്ന് സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് മേന്മയുണ്ടാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മാത്രമേ നമുക്ക് അംഗീകാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് പലതും പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഗവർണറായതുകൊണ്ട് എനിക്ക് ഈ ചേനക്കഷ്ണമായി അവിടെ ഞാൻ ഇപ്പൊ തൽക്കാലം
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്